السلام عليكم ورحمة الله وبركاته. رياض الصالحين حديث نمبر 43. وعن أنس رضي الله عنه أنس رضي الله عنه ريبورت ചെയ്യുന്ന ഹദീസാണ് قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറൻ, അല്ലാഹു തആല അവൻ്റെ അടിമക്ക് ഖൈർ അഥവാ നന്മ ഉദ്ദേശിച്ചാൽ അജ്ജല ലഹുൽ ഉഖൂബത ഫിദ് ദുനിയ, ദുനിയാവിൽ അടിമക്ക് അല്ലാഹു തആല ശിക്ഷ നൽകും അഥവാ പരീക്ഷണങ്ങൾ നൽകും. ചിലപ്പോൾ രോഗം നൽകും, ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസത്തിൽ കൊടുക്കും, ചിലപ്പോൾ കുടുംബത്തിലോ സമ്പത്തിലോ നഷ്ടങ്ങൾ സംഭവിക്കും. അങ്ങനെ പലതരത്തിലുള്ള ശിക്ഷ അല്ലാഹു തആല ഈ ദുനിയാവിൽ തന്നെ ആ അടിമയെ അവൻ ഇഷ്ടപ്പെട്ട കാരണം കൊണ്ട്, അവനക്ക് നന്മ നൽകാൻ ഉദ്ദേശിച്ച കാരണം കൊണ്ട് അല്ലാഹു തആല നൽകും. അതേസമയം ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി അശ്ശറ, ഒരടിമക്ക് അല്ലാഹു തആല ഷർറ് ഉദ്ദേശിച്ചാലോ അംസക അൻഹു ബിദംബിഹി, അവൻ ചെയ്ത തെറ്റ് കാരണമായി അവനെ ശിക്ഷിക്കുക എന്ന പരിപാടി അംസക എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കും അഥവാ നിർത്തിവെക്കും. നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അത് ഡിലേ ആക്കും. എവിടം വരെ? ഹത്താ യുവാഫി ബിയൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അദ്ദേഹത്തിന് പൂർണ്ണമായും ആ ശിക്ഷ നൽകുന്നത് വരെ. അഥവാ ദുനിയാവിൽ അല്ലാഹു തആല, ഈ ദുനിയാവ് എല്ലാവർക്കും അല്ലാഹു തആല അവൻ്റെ റഹ്മത്ത് ചെയ്യും. അത് തെറ്റ് ചെയ്തവന് അല്ലാഹു തആല വലിയ സൗഭാഗ്യങ്ങൾ നൽകിയെന്ന് വരും. അതാണ് നാം പഠിക്കുന്നത്. ഈ ദുനിയാവിൽ അല്ലാഹു തആല എല്ലാവർക്കും റഹ്മത്ത് ചെയ്യും. തെറ്റ് ചെയ്തവന് ഒരു പക്ഷേ അല്ലാഹു തആല വീണ്ടും വീണ്ടും ഒരുപാട് നിഅമത്തുകൾ കൊടുത്തു എന്ന് വരും. എന്തിനാണത്? ആ നിഅമത്തുകളെ കൊണ്ട് അവൻ വീണ്ടും തെറ്റ് ചെയ്യുന്നു. അങ്ങനെ അള്ളാഹുവിനെ മറന്ന് ജീവിച്ച് പരലോകത്തേക്ക് എത്തുമ്പോൾ വലിയ തെറ്റിൻ്റെ കൂമ്പാരം തന്നെ അവൻ്റെ മുമ്പിലുണ്ടാകും. അതിൻ്റെയൊക്കെ ശിക്ഷ അവനക്ക് പരലോകത്ത് അനുഭവിക്കേണ്ടി വരും. അതേസമയം ഒരു മുഅ്മിനാണെങ്കിൽ അവൻ തെറ്റ് ചെയ്യുന്നു, ആ തെറ്റിന് അവൻ അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നു, അല്ലാഹു തആല അവൻ്റെ തൗബ സ്വീകരിക്കുന്നു. അതോടൊപ്പം അല്ലാഹു തആല അവന് ചില പരീക്ഷണങ്ങൾ നൽകുന്നു. ആ പരീക്ഷണങ്ങളൊക്കെ അവൻ ക്ഷമയോടെ, നമ്മൾ ക്ഷമയെക്കുറിച്ചാണല്ലോ പറയുന്നത്, അവൻ ആ പരീക്ഷണങ്ങൾ, അവന് രോഗം വന്നു, അവൻ്റെ കുടുംബത്തിൽ, അവൻ്റെ മുതലിൽ പല നിലക്കുള്ള നഷ്ടങ്ങൾ അവനിക്ക് സംഭവിക്കുന്നു. ആ ദുരന്തങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവൻ അത് ക്ഷമിച്ചുകൊണ്ട്, അത് അള്ളാഹുവിൻ്റെ ഖദർ പൂർണ്ണമായും വിശ്വസിച്ചവൻ ക്ഷമിക്കുന്നു. ആ ക്ഷമിക്കുമ്പോൾ ഒരു പക്ഷേ അവൻ്റെ തൗബ ചെയ്തിട്ട് അവന് അല്ലാഹു തആല പൊറുക്കാത്ത കാര്യങ്ങളൊക്കെ ആ ക്ഷമയുടെ കാരണമായി പൊറുത്തു കൊടുക്കുന്നു. അവൻ്റെ ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പോൾ അവൻ്റെ ആ ക്ഷമ എന്ന മൈൻഡ് സെറ്റ്, അത് കാരണമായി അല്ലാഹു തആല അവൻ്റെ ദറജ അങ്ങോട്ട് ഉയർത്തുന്നു. അങ്ങനെ അവൻ ക്ഷമിച്ച് പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ അവൻ്റെ അടുത്ത് തെറ്റുകളൊന്നും ബാക്കിയുണ്ടാവില്ല, ഒക്കെ അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ടാകും. അതാണ് പറഞ്ഞത്. وقال النبي صلى الله عليه وسلم إن عظم الجزاء مع عظم البلاء. عظم الجزاء, പ്രതിഫലം, വലിയ പ്രതിഫലം ഒരാൾക്ക് വേണമെങ്കിൽ അത് മഅ ഇളമിൽ ബലാ, വലിയ പരീക്ഷണങ്ങൾ നേരിടണം. വലിയ പരീക്ഷണങ്ങൾ നേരിടാൻ ആരാണോ തയ്യാറ് അവർക്കാണ് വലിയ പ്രതിഫലം ലഭിക്കുക. അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വലിയ വലിയ സംഗതികൾ അച്ചീവ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ സുഖങ്ങൾ ത്യജിച്ചാലേ വലിയ സുഖങ്ങൾ, നമുക്ക് വലിയ അച്ചീവ്മെൻറ്റ്, വലിയ വലിയ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുകയുള്ളൂ. അതുപോലെ തന്നെ എത്രമാത്രം ഒരാൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനോട് ക്ഷമയോടെ ആ പരീക്ഷണങ്ങളെ സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ ഖദറിൽ വിശ്വസിച്ച് ക്ഷമിക്കുന്നുവോ, അത് എത്രമാത്രം വലിയ പരീക്ഷണമാണോ എങ്കിൽ അത്രയും വലിയ കൂലിയാണ് അല്ലാഹു തആല നൽകുന്നത്. വഇന്നല്ലാഹ തആല, തീർച്ചയായിട്ടും അല്ലാഹു തആല ഇദാ അഹബ്ബ ഖൗമൻ, ഒരു സമൂഹത്തെ അല്ലാഹു തആല സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇബ്തലാഹും, അവർക്ക് അല്ലാഹു തആല രോഗം നൽകിയോ അതല്ലെങ്കിൽ അവർക്ക് പല നിലക്കുള്ള പ്രയാസങ്ങൾ അവരുടെ മുമ്പിലിട്ട് കൊടുത്ത് അവരെ അല്ലാഹു തആല പരീക്ഷിക്കും. ഫമൻ റളിയ, അപ്പം
അവൻ ആരാണോ ഇഷ്ടപ്പെടുന്നത്, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു തആല നൽകിയതാണ്. അള്ളാഹു തആല ഞാൻ ഇഷ്ടപ്പെടുന്നു, അള്ളാഹു തആല എന്നെയും ഇഷ്ടപ്പെടുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ റബ്ബ് അവൻ്റെ തീരുമാനപ്രകാരം അവൻ എന്താണോ എനിക്ക് നൽകുന്നത് അതിൽ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് അവൻ തീരുമാനിച്ചാൽ ഫലഹുർറിളാ, അള്ളാഹു തആലയും അവനെ ഇഷ്ടപ്പെടും. വമൻ സഖിത, എനിക്കെന്തിനാണ് ഈ രോഗങ്ങളെന്നൊക്കെ പറഞ്ഞ് അവൻ ഇങ്ങനെ മറുമറുപ്പ് കാണിച്ചാൽ, അവൻ ഒരു കോപത്തോടെയാണ് ആ പരീക്ഷണങ്ങളെയൊക്കെ അവൻ കാണുന്നതെങ്കിൽ ഫലഹു സുഖ്തു, അവന് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നും കോപം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. തുർമുദ് ഉദ്ധരിച്ച ഹദീസാണിത്.